ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഗോൾഡിലെടുത്ത ട്രേഡിൻ്റെ റീക്യാപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ട്രേഡ്. ഏകദേശം 1:5 1:6 അടുത്ത് കിട്ടിയ ഒരു ട്രേഡായിരുന്നു. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീക്യാപ്പ് വീഡിയോ ആണിത്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുത്ത ട്രേഡ് എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ റീക്യാപ്പിലോട്ട് കിടക്കാം. അപ്പോൾ റീക്യാപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ബിഗിനർ ആവട്ടെ, നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഈ വീഡിയോന്ന് കണ്ടൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരിഗണിക്കാം. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ട്രേഡ് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ജസ്റ്റ് അവർക്ക് ഷെയറും കൂടെ ചെയ്യാം. സോ ഞാൻ ഡയറക്റ്റ് റീക്യാപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതായിരുന്നു ട്രേഡ്. ഏകദേശം 1:5.94, നമുക്ക് റഫ്ലി 1:6 എന്ന് പറയാം. അപ്പോൾ ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീക്കിലി നോക്കാം. വീക്കിലി നോക്കുന്ന ടൈമിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം ഗോൾഡ് വീക്ക്ലി ബയാസ് ബുള്ളിഷ് ആയിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി MSNR ആണ്. അപ്പോൾ വീക്ക്ലി ബയാസ് എന്ന് പറയാം. ഇനിയിപ്പോൾ നിങ്ങളൊരു MSNR യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കറിയാം വീക്ക്ലി സ്റ്റോറി ലൈൻ എന്നാണ് പറയുക. ഓക്കെ, സോ എനിവേ ബയാസ് ഓർ സ്റ്റോറി ലൈൻ മീൻസ് ദ ഡയറക്ഷൻ. അപ്പോൾ വീക്ക്ലി ബുള്ളിഷ് ആയിരുന്നു. ഡെയിലി നോക്കുകയെന്നുണ്ടെങ്കിൽ ഡെയിലി ഈ ഒരു ബ്രേക്കൗട്ട് SNRൽ ടച്ച് വന്നതിന് ശേഷം ഡെയിലിയും ബുള്ളിഷായിരുന്നു. ഓക്കെ, അപ്പോൾ വീക്ക്ലി ബുള്ളിഷാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺഫർമേഷൻ എടുത്ത് എന്താണെന്ന് വെച്ചാൽ വീക്ക്ലി ബയാസ് ബുള്ളിഷാണ്, ഡെയിലി ബയാസും ബുള്ളിഷായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ എൻട്രീസ് എടുക്കാറുള്ളത് 1 hour 4 hour ലെവൽസ് എന്നാണ്. സോ ഈ എൻട്രി എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് ശനിയാഴ്ച ആയിരിക്കും. ഈ എൻട്രി എടുത്തിട്ടുള്ളത് വ്യാഴാഴ്ച ആയിരുന്നു. കറക്റ്റ് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 8th January 2025. ഓക്കെ, അതാണ് ഈ ട്രേഡ് എടുത്ത ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിയർ ആയിട്ട് 1 hour ഒരു സപ്പോർട്ട് ഫോം ചെയ്തു. അതിനുശേഷം 1 hour ഇവിടെ സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം ഈ ക്യാൻഡിൽ 1 hour സപ്പോർട്ടിലോട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ടൈമിലാണ് ഞാൻ എൻട്രി നോക്കിയത്. 50 minute ഞാൻ ഡയറക്റ്റ്ലി ഷിഫ്റ്റ് ചെയ്തു. 50 minute ഞാൻ എൻ്റെ എൻട്രി സെറ്റപ്പ്സ് നോക്കാറ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 1 hour 50 minute ഈ ക്യാൻഡിലാണ് റീടെസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവണം. ഇവിടെ ഒരു QM ഫോം ചെയ്തിട്ടുണ്ട്. ആ QMലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്യാറ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ 50 minute 1 hour സപ്പോർട്ടിലോട്ട് റീടെസ്റ്റ് വന്നതിന് ശേഷം ഇവിടുത്തെ റീസെൻ്റ് ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സോ ആഫ്റ്റർ ദിസ് ഇവിടെ നിന്നാണ് ഈ ഒരു ഇമ്പൾസീവ് മൂവ് എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ റീസെൻ്റ് ആയിട്ട് പോകുന്ന 50 minute ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം ഡയറക്റ്റ്ലി എൻ്റർ ചെയ്തിട്ടില്ല. ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം നമ്മുടെ QM ലെവൽസ്, അതായത് ഈ RBS ലെവൽ, അതായത് റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് ലെവലിലോട്ട് ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ക്യാൻഡിലായിരുന്നു റീടെസ്റ്റിനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഡയറക്റ്റ്ലി 5 minute ഷിഫ്റ്റ് ചെയ്യുന്നു. 5 minute ഫൈനൽ കൺഫർമേഷൻ ഞാൻ നോക്കാറുള്ളത്, എൻട്രി എടുക്കണ്ടേന്നുള്ളത്. ഓക്കെ, ലെവലോട്ട് പോയി ഗൈസ്. സോറി ഫോർ ദ ഡിലേ. ഓക്കെ, ലെവൽ ഇവിടെ. അപ്പോൾ നമ്മുടെ RBS ലെവലിലോട്ട് ഇവിടെയാണ് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തത്. അപ്പോൾ EMA ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ടൈമിൽ EMAയുടെ അണ്ടറാണ് പ്രൈസ് ഉള്ളത്. പ്രൈസ് EMAയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളിഷ് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് EMAയുടെ മുകളിലോട്ട് ക്രോസ് ഓവർ കിട്ടിയാൽ മാത്രമാണ് ഒരു ബുള്ളിഷ് ട്രേഡ് ഞാൻ എടുക്കുക, അതായത് ഒരു ബൈ ട്രേഡ് നോക്കുന്നത്. സോ ഇവിടെ നമുക്ക് ടച്ച് വന്ന ടൈമിൽ പ്രൈസ് അണ്ടർ ദ EMA ആണ്. അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോയിട്ട് EMAനെ ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. EMA കണ്ടോ? അതിനുശേഷം ഞാൻ ഡയറക്റ്റ്ലി
ആഫ്റ്റർ ദിസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എൻട്രീസിന് എപ്പോഴും 30 പിപ്സാണ് SL വെക്കാറുള്ളത്. ജസ്റ്റ് കാണിച്ചു തരാം. 30 പിപ്സ് SL വെക്കും. അതുപോലെ 90 പിപ്സാണ് പ്രോഫിറ്റ് വെക്കുക, TP വെക്കാറുള്ളത്. അതായത് 1:3 ആണ് ഓൾമോസ്റ്റ് ദ ടൈം ട്രേഡ്സ് ഞാൻ റൺ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ 1:3 എക്സിറ്റ് ആയിട്ടില്ല. ഇവിടെ ഞാൻ എക്സിറ്റ് ആയത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഈ EMIയുടെ ക്രോസ് കിട്ടിയതിന് ശേഷം നമ്മൾ എൻട്രി എടുത്തു. അതുവരെ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. എവിടെയാണ് TP ഇട്ടെന്ന് കാണിച്ചു തരാം. ഞാൻ TP ലെവലായിട്ട് ചൂസ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ ഡെയിലിയിലെ ഒരു ഡെയിലി റെസിസ്റ്റൻസ് ഏരിയയാണ് ഞാൻ TP ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണിച്ചു തരാം. ഇതെവിടെ നിങ്ങൾക്ക് കാണാം. മാർക്കറ്റ് ഇവിടെ ആയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ ആയിട്ട് കാണാം. ഇവിടെ ഒരു ഫ്രഷ് ഡെയിലി റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട്. സോ ഞാൻ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യാമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഡെയിലി ലെവൽ, അതായത് ഈ ലെവൽ വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 5.9 റഫ്ലി പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് 1:6 എൻട്രി 1:6 RR കിട്ടിയ ഒരു എൻട്രി ആണെന്ന് തന്നെ പറയാം. സോ ഇതായിരുന്നു ആ ട്രേഡ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ എന്തെങ്കിലും വീഡിയോയുടെ കേസിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.